ആദില നോറ ഈസ് കമ്മിങ് ഫ്രം എ മുസ്ലിം കമ്മ്യൂണിറ്റി. മുസ്ലിം കമ്മ്യൂണിറ്റിക്കകത്ത് മോസ്റ്റ് മെജോറിറ്റി ആളുകളും ഈ പറഞ്ഞ LGBTQ, ഗേ, ലെസ്ബിയൻ ഈ കോൺസെപ്റ്റ് ഒക്കെ എതിർക്കുന്നവരാണ്. അപ്പോൾ അങ്ങനെയുള്ള ആളുകൾക്ക് ഇപ്പോൾ നിങ്ങൾ ഈ ആദില നോറയുടെ ഒരു പാസ്റ്റ് തന്നെ എടുത്തു, അവരെ എതിർക്കുന്ന ഒരുപാട് മതപരമായ ചിന്താഗതിയുള്ള ആളുകളുണ്ട്. അപ്പോൾ അങ്ങനത്തെ ആളുകൾക്ക് ലക്ഷ്മി എന്ന് പറഞ്ഞ ഒരാൾ ഇവരെ എതിർക്കുമ്പോൾ അവരെ റെപ്രസെൻ്റ് ചെയ്യുന്ന ഒരാളായിട്ട് തോന്നുകയാണ്. അവിടെ ഞാൻ പറയാം, അതൊരു PR ഗെയിമായിരുന്നു. ലക്ഷ്മിക്ക് കുറച്ച് വോട്ടിന് വേണ്ടി, ലക്ഷ്മി എന്ന് പറഞ്ഞാൽ ഇപ്പം കാണുന്നതാണ് ശരിക്കും ലക്ഷ്മി. അവരെല്ലാം ആക്സെപ്റ്റ് ചെയ്യാൻ റെഡിയാണ്, അവർ നന്നായി ഇപ്പോൾ ഗെയിം കളിക്കുന്നുണ്ട്. പക്ഷെ ആ വന്ന ടൈമിൽ അവർക്ക് എന്താണ്, ആ ഒരു കഴിഞ്ഞ കൊല്ലത്തെ ഒരു കണ്ടസ്റ്റൻറ്റിൻ്റെ ഒരു വോട്ട് ബാങ്ക് ഉണ്ട്, ആ വോട്ട് ബാങ്ക് വേണം എന്നുള്ളൊരു തോന്നലായിരിക്കാം അവർക്ക്. അത് മോശം എന്ന് ഞാൻ പറയുന്നില്ല, കാരണം അങ്ങനെ യൂസ് ചെയ്യാം. പക്ഷെ വായിന്ന് വരുന്ന വാക്കുകൾ കൃത്യമായി ഉപയോഗിക്കണ്ടേ, ഓപ്പോസിറ്റ് നിൽക്കുന്ന ആളുകളെ എങ്ങനെ എടുക്കും എന്നുള്ളൊരു കാര്യം വേണ്ടേ. അതവർ PR എത്രത്തോളം ഈ ഷോയുടെ ഗതിയെ സ്വാധീനിക്കുന്നുണ്ട്? ഒരുപാട് സ്വാധീനിക്കുന്നുണ്ടേ. വോട്ട് ഇപ്പോൾ തമിഴ് ബിഗ് ബോസ് നടക്കുന്നുണ്ട്, തമിഴ് ബിഗ് ബോസ് തുടങ്ങിയിട്ട് 1-2 ആഴ്ചയായി. മലയാളം കഴിയുമ്പോഴത്തേക്ക് അവിടെ ഒരു മാസമാവും, അപ്പോഴത്തേക്ക് അവിടെ ഒരു വോട്ട് ബാങ്ക് നിറയും. ഇവിടുത്തെ ഒരു PR ഓബിയസ്ലി അറിയാലോ, ബിഗ് ബോസ് ഷോയിൽ അങ്ങോട്ടും ഇങ്ങോട്ടും PRകൾ തമ്മിൽ നല്ല കണക്ഷൻ ആയിരിക്കും. അവിടുന്ന് ഒരു ഫിനാലൊക്കെ ആകുമ്പോഴത്തേക്ക് ഒരു മെജോറിറ്റി വോട്ട് ഇങ്ങോട്ട് മറയ്ക്കാൻ നോക്കിയാൽ അത് ജെനുവിൻ അല്ല എന്ന് പറഞ്ഞിട്ട് ഏഷ്യാനെറ്റ് തള്ളിക്കളയാൻ പറ്റും. ഞങ്ങൾക്ക് മലയാളി വോട്ട് മാത്രമേ, അങ്ങനെയൊന്നുമില്ലല്ലോ. വോട്ട് കംസ് ഫ്രം എനിവെയർ, വോട്ട് എവിടെ നിന്നും വരും. OTP ജനറേറ്റ് ചെയ്തിട്ടുള്ള വോട്ടിംഗ് പരിപാടികളുണ്ട്, അതിന് നമ്മളെ മൊബൈൽ നമ്പർ മാത്രം കിട്ടിയാൽ മതി. ഇപ്പോൾ നിങ്ങൾ നോക്കിയാൽ മതി. അനുമോളുടെ ഒരു പോസ്റ്റ് ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു, അനുമോൾക്ക് വേണ്ടി വേറെ ആരോട്ട പോസ്റ്റാണ്. നിങ്ങളെ നമ്പർ മാത്രം തന്നാൽ മതി, അപ്പോൾ ഒരു OTP നിങ്ങളുടെ അക്കൗണ്ടിലേക്ക് വരും, ആ OTP പറഞ്ഞു തന്നാൽ മതി. അപ്പോൾ അതിപ്പോൾ ഞാനൊരു അനുമോളുടെ കേസ് മാത്രമല്ല പറയുന്നത്, PR ഉള്ള എല്ലാവർക്കും. ഇപ്പോൾ ക്ലിക്ക് ഫാമിങ് ഉപയോഗിക്കുന്നുണ്ടോ ഇല്ലേ എനിക്കറിയില്ല, കാരണം എക്സ്പെൻസീവ് ആണ്, ഉപയോഗിക്കാൻ ചാൻസ് കുറവാണ്. OTPയുടെ പരിപാടി ഉപയോഗിക്കുന്നുണ്ടാവും. അതുപോലെ തന്നെ ഇവിടുത്തെ ഗ്രൂപ്പുകൾ, ഞാൻ അറിഞ്ഞിടത്തോളം ഇവിടുത്തെ പാർട്ടി ഗ്രൂപ്പുകളടക്കം ചില ആളുകൾ ആക്സസ് ചെയ്ത് ഉപയോഗിക്കുന്നുണ്ട് എന്നുള്ളതാണ് എനിക്ക് പേഴ്സണലി മനസ്സിലായിട്ടുള്ളത്. അങ്ങനെ പല രീതിയിൽ വോട്ടുകൾ കൊണ്ടുവരുമ്പോൾ അത് ഈ പറഞ്ഞ പോലെ ഇമ്പാക്റ്റ് ഉണ്ടാവും, ഷോയിൽ ഇമ്പാക്റ്റ് ഉണ്ടാവും. ചിലപ്പോൾ നമ്മൾ നോക്കുമ്പോൾ ഒന്നും ചെയ്യാതെ ഒരാൾ ചിലപ്പോൾ എന്ത് ചെയ്യും, പുഷ്പം പോലെ ജയിച്ചു പോകും. സർവറിൽ അടിച്ചിട്ട് കാര്യമില്ല, ആ പരിപാടി നിന്നു, സർവറൊക്കെ അവർ പിടിക്കും. ഞാൻ വേറെ കാര്യം, ജിൻഡോ ജയിക്കാൻ ഒരു കാര്യമുണ്ട്. ജിൻഡോ എല്ലാ ടാസ്കും പെർഫോം ചെയ്തിട്ടുണ്ട്. ഞങ്ങളുടെ സീസണിലെ എല്ലാ ടാസ്കും ജിൻഡോ പെർഫോം ചെയ്തിട്ടുണ്ട്. ജിൻഡോ അത്യാവശ്യം ഫിസിക്കലിയും വെർബലിയും സ്ട്രോങ് ആയിരുന്നു ജിൻഡോ. പിന്നെ PR വളരെ ഈസി ആയിരുന്നു പണി. ബിഗ് ബോസ് ജിൻഡോ ജയിച്ചതുകൊണ്ട് ജിൻഡോക്ക് ഒരു എഫേർട്ടും ഇല്ലയെന്ന് ഞാൻ പറയില്ല, അയാൾക്ക് എഫേർട്ട് ഉണ്ട്. ഞങ്ങൾ കണ്ടതാ ലാസ്റ്റത്തെ ഒരാഴ്ച ഇയാൾ മനഃപൂർവ്വം വൈറ്റമിൻ ടാബ്ലറ്റ്സ് മാത്രം നിന്ന് ദേഹമൊക്കെ ശോഷിപ്പിച്ച് വയ്യാതായി എന്നൊക്കെ പറഞ്ഞ് അയാൾ അൾട്ടിമേറ്റ് ഗെയിമുകൾ കളിച്ചിട്ടുണ്ട്. അയാൾ കളിച്ചു, അത് കൃത്യമായിട്ട് PR ഇവിടെ എടുത്തു. ബാക്കി ഇപ്പം നടക്കുന്ന ആളുകളുടെ എനിക്കിപ്പോഴും മനസ്സിലാവില്ല, ഒരു ആര്യൻ അല്ലെങ്കിൽ ഒരു നെവിൻ, പിന്നെ ആരാ അതിൽ ടാസ്ക് ജയിച്ചിട്ടുള്ളവർ. ഒരു ടാസ്ക് ജയിച്ചു എന്നുള്ള അനുമോക്കാണ് ഏറ്റവും കൂടുതൽ PR ഉള്ളതെന്ന് പറയുന്നത്. അനുമോളുടെ ഒരു പെർഫോമൻസ് കണ്ടത് ഇപ്പോൾ കഴിഞ്ഞ ദിവസം ഡാൻസ് ടാസ്കിലാണ്. അതെന്താ, അനുമോളൊരു ഡാൻസ് അങ്ങനത്തെ ഒക്കെ ഒരു ആർട്ടിസ്റ്റ് ബേസ്ഡ് പെർഫോമൻസ് നന്നായി ചെയ്യാൻ പറ്റുന്ന ഒരാളാണ്. അല്ലാതെ ഒരു ടാസ്ക് അനുമോൾ ജയിച്ചതായിട്ട് ഇല്ല, കംപ്ലീറ്റ് ആയിട്ടില്ല, ടാസ്കേ കംപ്ലീറ്റ് ആയിട്ടില്ല അതിൽ. അല്ല, അത് ഫാക്റ്റാണ്. അതിനകത്ത് ആരും അങ്ങനെ ടാസ്ക് ജയിച്ചിട്ടില്ല. അപ്പം അങ്ങനെ ജയിക്കാത്തടത്തോളം ഇപ്പോൾ അനീഷിന് ഭയങ്കര വോട്ട് ബാങ്ക് ഉണ്ട്. അനീഷ് എത്ര ടാസ്ക് പൊട്ടിച്ചിട്ടുണ്ട്, ടാസ്കേ ഇല്ലാതാക്കിയിട്ടുണ്ട്. അപ്പോൾ ഒരു കംപ്ലീറ്റ് ബിഗ് ബോസ് വിന്നർ എന്ന് പറയുമ്പോൾ എപ്പോഴും അതും കൂടി കൺസിഡർ ചെയ്യേണ്ട ഒരു കാര്യമാണല്ലോ. ഈ ജിൻഡോനെ ജയിപ്പിച്ച് വിട്ടത് കൊണ്ടാണ് ഈ PR ഇത്ര ആൾക്കാർ കോൺടാക്ട് ചെയ്യുന്നത്. ആണ്, ഡെഫിനറ്റ്ലി ആണ്. ഇപ്പോൾ ഈ വർഷം അനുമോൾ ജയിച്ചു കഴിഞ്ഞാൽ അടുത്ത കൊല്ലം ഇതേ PR 40, 30, 50 ലക്ഷം കിട്ടും. ബേസിക്കലി അയാളെ പണി വൃത്തിക്ക് ചെയ്തു എന്നല്ലേ. ഇപ്പോൾ അനുമോൾ PR 15, 14, 13 ലക്ഷത്തിന് കൊടുത്തു, അനുമോൾ ജയിച്ചു. ആരാ സക്സസ്ഫുള്ളായേ? PR സക്സസ്ഫുള്ളായി. അപ്പോൾ അടുത്ത വർഷം ഇപ്പോൾ ഞാൻ പറയാം, ബിഗ് ബോസ് ഷോയിൽ പോകുന്ന എത്ര പേർക്ക് പൈസ ഇമ്പോർട്ടൻ്റ് ആയിട്ട് പോകുന്നുണ്ട്. ഇനി കമ്മിങ് സീസണിൽ അത് നടക്കുന്ന പരിപാടിയില്ല. ഞങ്ങളുടെ സീസണിൽ ഡെയിലി പേയ്മെൻ്റ് ആയിരുന്നു, ഈ സീസണിൽ എൻ്റെ അറിവിൽ വീക്ക്ലി പേയ്മെൻറ്റാണ്. അപ്പോൾ അടുത്ത സീസണിൽ എത്തുമ്പോഴത്തേക്ക് ഈ സീസണിൽ കിട്ടിയതിനേക്കാൾ പകുതി പൈസയ്ക്കാവും അടുത്ത സീസണിൽ ആൾക്കാർ പോവുക. അങ്ങനെ സാഹചര്യത്തിൽ ഇന്നൊരു ഫിനാൻഷ്യൽ ബെനിഫിറ്റ് ഉണ്ടാവും തോന്നുന്നുണ്ടോ? ഇല്ല. പിന്നെ ഫിനാൻഷ്യൽ ബെനിഫിറ്റ് എങ്ങനെ ഉണ്ടാക്കാം? ടോപ്പ് 5 എത്തിയാൽ ഉണ്ടാക്കാം. ടോപ്പ് 5 എത്തിയാലും ഉണ്ടാക്കാൻ പറ്റില്ല. ഒന്നിൽ റണ്ണറപ്പ് ആവണം, അല്ലെങ്കിൽ ഇത് ജയിക്കണം, ടൈറ്റിൽ അടിക്കണം, അല്ലെങ്കിൽ ഇപ്പോൾ ഈ പറഞ്ഞ പോലെ പണപ്പെട്ടിക്ക് എടുത്ത് പോകുന്നു കഴിഞ്ഞാൽ ഏതെങ്കിലും ഒരു രീതിയിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റണം, അവിടെ ഡിഫറൻ്റായി നിൽക്കാൻ പറ്റിയാൽ മാത്രമേ ഉള്ളൂ. 10-20 കണ്ടസ്റ്റൻറ്റ് പോകുന്നതിൽ ഒരു 4-5 ആൾക്കല്ലേ ഇതിൻ്റെ ബെനിഫിറ്റ് കിട്ടും, മോണിറ്ററി ബെനിഫിറ്റ് ഉണ്ടാക്കാൻ പറ്റും. അപ്പോൾ അതിനകത്ത് കൂടുതൽ ആളുകൾ പോകണത് എന്തിനാണ്? ഫെയിം ഉണ്ടാക്കി പുറത്ത് വന്ന് കാശുണ്ടാക്കാനാണ്. അപ്പോൾ അതിൽ ഒന്നുമില്ലാതെ കാശുണ്ടാക്കാൻ ആരും ഇനി പോകില്ല.
അത്യാവശ്യം ഫിനാൻഷ്യൽ ബാക്ക്ഗ്രൗണ്ട് ഉണ്ട്, സൗണ്ട് ആയിട്ടുള്ള ആൾക്കാർ പോവും, അവർക്ക് ഫെയിം മതിയാവും. അപ്പം അങ്ങനത്തെ സാഹചര്യത്തിൽ അടുത്ത പോലെ ഇപ്പോൾ 16 ലക്ഷത്തിന് കൊടുക്കാറുണ്ടെങ്കിൽ അപ്പോൾ 30 ലക്ഷത്തിന് കൊടുക്കാറ്, അവർക്ക് ഫെയിം മതി. അനുമോൾ ഓൾറെഡി ഫിനാൻഷ്യലി സെറ്റിൽഡ് ആണ്. അപ്പോൾ അനുമോൾ ഈ പറഞ്ഞ പോലെ ഫെയിമിന് വേണ്ടിയിട്ടാണ് അതിൻ്റെ ഉള്ളിൽ. അല്ല അങ്ങനല്ല, ഫെയിം അനുമോൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഞാൻ ഫിനാൻഷ്യലി സെറ്റിൽഡ് ആണ്. അതൊക്കെ, പക്ഷെ ഫെയിം എന്ന് പറഞ്ഞാൽ അനുമോക്ക് ഇതുകൊണ്ട് ബേസിക്കലി ഇപ്പോൾ എനിക്ക് ജിൻഡോൻ്റെ ഒരു കേസ് അതാ മനസ്സിലായത്. ജിൻഡോ ഫിനാൻഷ്യലി സൗണ്ട് ആയിരുന്നു. ജിൻഡോ നമ്മളോട് തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു എനിക്ക് ഇവിടെ നിന്ന് ഇറങ്ങിയിട്ട് 10 സിനിമ കിട്ടണം, ഫെയിം ആവണം, അത്ര മാത്രമേ. ആ ഫെയിം ആവാൻ വേണ്ടിയിട്ട് ഞാൻ 10, 30, 40 ലക്ഷം രൂപ മുടക്കിയാലും എനിക്ക് കുഴപ്പമില്ല. ആയിരിക്കാം. ഈ അനീഷ് ക്യാമറ നിരന്തരമായിട്ടൊന്ന് പറയുന്നുണ്ട് എനിക്ക് PR ഇല്ലെന്ന്, അതിനോട് യോജിക്കുന്നുണ്ട്? ഇല്ലല്ല, ഒരിക്കലും യോജിക്കുന്നില്ല. പിന്നെ ബിഗ് ബോസിനെ കുറിച്ച് 5 വർഷം റിസർച്ച് നടത്തി, ഇതിനു മുമ്പ് ഒരു റിയാലിറ്റി ഷോയിൽ പങ്കെടുത്ത് ഇപ്പോൾ ഒരു റിയാലിറ്റി ഷോയിൽ വന്ന് കണ്ടിന്യൂസ്ലി ഒരു എന്താ പറയുക, ഒരു ഇൻഫ്ലുവൻസർ കണ്ടന്റ് ക്രിയേറ്റർ വീഡിയോ ചെയ്യുന്ന ഒരു സോഷ്യൽ മീഡിയയിൽ ആക്റ്റീവായിട്ട് നിൽക്കുന്ന ഒരാൾക്ക് PR-നെ കുറിച്ച് ഒരു ഐഡിയ ഇല്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കാണുന്ന ജനങ്ങൾ പൊട്ടന്മാരാണല്ലോ. അന്തം ഫാൻസ് കുറേ ഉണ്ടാവും. കാരണം കോമണർ ടാഗിൽ വരുന്ന ആളുകൾക്ക് മുതലെടുക്കാൻ പറ്റാത്ത ഒരു തരം ഒരു സ്പേസ് ഉണ്ടായിരുന്നു. അത് അനീഷിനെ കൊണ്ട് കൃത്യമായിട്ട് മുതലെടുക്കാൻ പറ്റി. ഇപ്രാവശ്യം കഴിഞ്ഞ സീസണിൽ വന്ന ഒരു കോമണർ കണ്ടസ്റ്റൻറ്റിനും അത് മുതലെടുക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. അനീഷ് അത് കൃത്യമായി മുതലെടുത്തു. പിന്നെ എന്ന് പറഞ്ഞാൽ അനീഷ് എങ്ങനെയാണ് ഒരു 50-50. അനീഷ് ഞാൻ കണ്ടിടത്തോളം ഒരു 50% ജെനുവിൻ പേഴ്സണാണ്. ഒരു 50% അതിൽ ഗെയിമിന് വേണ്ടിയിട്ട് എന്ത് ചെയ്യാണ് അയാളുടെ ക്യാരക്ടർ എന്ന് മാറുക. എനിക്ക് തോന്നുന്നു പുറത്തിറങ്ങുമ്പോൾ ദ മോസ്റ്റ് ലവബിൾ ക്യാരക്ടർ അനീഷിനെ ആവാനേ ചാൻസ് ഉള്ളൂ. അയാൾ ബേസിക്കലി അങ്ങനത്തെ ഒരു മനുഷ്യനാ തോന്നുള്ളൂ. കാരണം റോബിൻ ഉണ്ടാക്കിയതിനേക്കാളൊക്കെ ഒരു ഓളം ഇല്ല, റോബിൻ ഉണ്ടാക്കിയ ഓളം റോബിൻ തന്നെ കിട്ടും. അത് വേറെ ആർക്കും കിട്ടില്ല. ഇപ്പം മാരാർക്ക് അങ്ങനെ ഒരു ഓളം കിട്ടിയിരുന്നു, പക്ഷെ അത് കൺസിസ്റ്റൻ്റ് ആയിട്ട് ഇപ്പോഴും കിട്ടുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ല. ബിക്കോസ് കാരണം ഇപ്പോഴും മാരാർ രാഷ്ട്രീയം സംസാരിക്കും, മതം സംസാരിക്കും. അപ്പം റോബിൻ്റെ ഒരു ആക്സെപ്റ്റൻസി ഇപ്പം മാരാർക്ക് കിട്ടില്ല, ഹെയ്റ്റും വരും. പക്ഷെ റോബിൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ആക്സെപ്റ്റൻസി എപ്പോഴും ഉണ്ട്, അന്നും ഉണ്ട്, ഓൾമോസ്റ്റ് ഇന്നും ഉണ്ട് റോബിൻ ആ ആക്സെപ്റ്റൻസി. അതിപ്പോൾ റോബിൻ്റെ കുറേ സീനുകളൊക്കെ നമ്മൾ കണ്ടതും കേട്ടതും ആണെങ്കിലും സ്റ്റിൽ റോബിൻ ഉണ്ടാക്കിയ ഒരു ഓളം ബിഗ് ബോസിൽ ഒരാൾ ഉണ്ടാക്കിയെന്ന് എനിക്ക് തോന്നുന്നില്ല. ഒരു സീസണിൽ ഒരു ഉണ്ട് നമ്മളെ രജിത് കുമാർ, അങ്ങേർക്കും ഉണ്ട് കേട്ടോ ആ സാധനം, അങ്ങേർക്കും ആ ഒരു ഐറ്റം ഉണ്ട്. പക്ഷെ അങ്ങേരൊക്കെ ഒരുപാട് മുകളിൽ റോബിനാണ്, അല്ലെങ്കിൽ ഈക്വൽ എന്നൊക്കെ പറയാൻ പറ്റും. സായിനൊരു പ്രഡിക്ഷനിൽ ടോപ്പ് 5 എത്താൻ സാധ്യതയുള്ള മത്സരത്തിൽ ആരൊക്കെയാണ്? ആര്യൻ, അനീഷ്, അനുമോൾ, അക്ബർ, ആദില. എനിക്ക് ഇത് വെച്ചിട്ട് അതിലേക്ക് വോട്ടുണ്ട്. നൂറല്ല, നൂറയ്ക്ക് അവിടെ, നൂറയ്ക്ക് എനിക്ക് തോന്നുന്നു വോട്ട് ബേസ് ഒക്കെ കുറഞ്ഞു. നൂറയ്ക്ക് കാരണം അതായത് അനീഷിന് വലിയ മെജോറിറ്റി സപ്പോർട്ടേഴ്സ് ഉണ്ടെങ്കിൽ അതിൻ്റെ ഒരു പകുതി ഹേറ്റേഴ്സോ അല്ലെങ്കിൽ കാൽഭാഗം ഹേറ്റേഴ്സ് ഉണ്ടാവും. നൂറ ഓൾറെഡി ആദ്യം കുറേ ലൈക്ക് ഫാൻസിനുണ്ടാക്കി, വോട്ട് ബാങ്ക് പിടിച്ചു, പിന്നെ ഒന്നും ചെയ്യാതെ. അപ്പോൾ അത് മൊത്തം ആർക്ക് ചാടും? അതിലേക്ക് ചാടും. അനീഷിൻ്റെ സാധനവും അതിലേക്ക് ചാടും. അതിലേക്ക് ബേസിക്കലി ഇവരാരും അറിയാതെ നൈസായി പോണ ഒരു കണ്ടൻറ്ററാണ്. ടോപ്പ് 5 എത്താൻ ചാൻസ് ഉണ്ട് അതില. പിന്നെ ഈ സീസണിൽ എന്താ പറയുക, മണി ബോക്സ് ഭയങ്കര ട്വിസ്റ്റ് ആവും. ഞങ്ങളെ സീസണിൽ ഒന്നുമില്ല. ഞാൻ ആദ്യം പ്ലാൻ ഇട്ടു എടുത്തിട്ട് ഓടി. ഈ സീസണിൽ അങ്ങനെ ഒരാളുണ്ട്, നെവിൻ. രണ്ടാമത്തെ ഒരു ഓട്ടം ഞാൻ പ്രതീക്ഷിക്കുന്നുണ്ട്. ഈ ആദിലും നൂറിലും ഒരാള് പണപ്പെട്ടി എടുത്ത് പുറത്തു പോയാൽ ഡെഫിനറ്റ്ലി അത് രണ്ടിൽ ആര് വേണം എടുക്കാം. ആദില നോറ പണപ്പെട്ടി എടുക്കാം, ബിന്നി പണപ്പെട്ടി എടുക്കാം, നെവിൻ പണപ്പെട്ടി എടുക്കാം. ഇത്രയും ആളുകൾക്ക് പണപ്പെട്ടി എടുക്കാനുള്ള ചാൻസ് ഞാൻ കാണുന്നുണ്ട്. ഒരു 10 lakh പ്ലസ് പോയാൽ ചിലപ്പോൾ ഷാനവാസും പണപ്പെട്ടി എടുക്കാം. ഇതിലാരും വേണം എടുക്കാം. പക്ഷേ ഞാൻ എടുത്തൊരു സമയത്തിന് ബ്രേക്ക് ചെയ്യും നെവിൻ എന്നാണ് എനിക്ക് തോന്നുന്നത്. എൻ്റെ മൈൻഡ് അതാ പറയുന്നത്. ഞാനൊരു 5 മിനിറ്റോ 6 മിനിറ്റോ കൊണ്ട് അടുത്ത്, നെവിൻ ചിലപ്പോൾ 1 മിനിറ്റ് കൊണ്ട് എടുത്തിട്ട് ഓടും. ഒരു ഓട്ടം കൂടി ഞാൻ പ്രതീക്ഷിക്കുന്നുണ്ട്. ഈ ആദിൽ നൂറിൽ ആരിലും പണപ്പെട്ടി എടുക്കുകയാണ്, അത് നല്ലൊരു ഗെയിം ആയിരിക്കില്ലേ? അത് ഒരാൾ എക്സിസ്റ്റ് ചെയ്യും, ഒരാൾക്ക് പണപ്പെട്ടി കിട്ടുകയും ചെയ്യും. അതെന്താ അറിയോ, ബിഗ് ബോസ് അവിടെ കളിച്ചാലോ. ഒരു 2 ആഴ്ച ബാക്കിയുള്ളപ്പോൾ ടിക്കറ്റ് ഫിനാലേൻ്റെ സമയത്ത് പറയുകയാണ് നിങ്ങൾ ഒരു കണ്ടസ്റ്റൻ്റാന്ന് പറഞ്ഞു. വന്നത് ഒരു കണ്ടസ്റ്റൻ്റ് ആയിട്ടാണല്ലോ. നിങ്ങൾ ഒരു കണ്ടസ്റ്റൻ്റാന്ന് പറഞ്ഞാൽ എന്ത് ചെയ്യാൻ പറ്റും? അവിടെ ഗെയിം ട്വിസ്റ്റായി. നമ്മൾ 7ൻ്റെ പണിയാണല്ലോ. അപ്പോൾ ഒന്നും പറയാൻ പറ്റില്ല. ചിലപ്പോൾ ഒരു കണ്ടസ്റ്റൻ്റ് ആക്കിയിട്ട് പണപ്പെട്ടി കൊടുന്ന് വെക്കും. വേണമെങ്കിൽ പണപ്പെട്ടി വീടിൻ്റെ അകത്തും വെക്കില്ല, പുറത്ത് വയ്ക്കും. ആ ഡോറ് തുറന്നിട്ട് മെയിൻ വാതിൽ തുറന്ന് പുറത്ത് വയ്ക്കും. പോയി എടുത്ത് തിരിച്ച് വന്നവന് പണപ്പെട്ടിയും കിട്ടും, അവിടെ നിൽക്കാമെന്നും പറയും. തമിഴിലൊക്കെ സംഭവിച്ചിട്ടുണ്ട്. അവിടെ നിർത്തും. അപ്പോൾ ഒരുത്തിന് പണപ്പെട്ടിയും കിട്ടി, വിന്നറിൻ്റെ എന്നുള്ള പൈസ ഇവന് കിട്ടും ചെയ്തു. ഇവൻ വിന്നറായവൻ രക്ഷപ്പെട്ടു. അല്ലാതെ വിന്നറാവണ ആൾ പകുതി ഇവൻ്റെയിലും പകുതി വിന്നറായാലും ചിലപ്പോൾ റണ്ണറപ്പ് ആവാം. ഇനി ഇല്ല, പുറത്ത് പോയി അകത്ത് വന്നില്ലെങ്കിൽ ആ കണ്ടസ്റ്റൻ്റ് വിക്റ്റ് പോകും. ഇപ്പോൾ ബിഗ് ബോസ് കഴിയുന്നതിൻ്റെ മുന്നേ ബിഗ് ബോസ് ഒന്ന് ഇറങ്ങി വന്ന് മാസ് കാണിച്ച് വീണ്ടും വിവാദത്തിലെത്തി. രേണു എത്തിക്കോട്ടെ എന്നേ ഞാൻ പറയുള്ളൂ. കാരണം എന്താ അറിയോ, അവർക്കിപ്പോൾ മസ്താനി ഇറങ്ങിയ കുറേ ആൾക്കാരുണ്ട്, അവരൊക്കെ സഫറിങ് ആണ്.
രേണുവിന് അത്യാവശ്യം ഇറങ്ങിയതിന് ശേഷം വർക്ക് കിട്ടി. പിന്നെ രേണു പഴയ സ്റ്റേജിൽ പോകണത് രേണുവിന് നല്ലത്. എയർപോക്കും ബാക്കി പരിപാടികളൊക്കെ ആകുമ്പോൾ അത്യാവശ്യം അവർക്ക് ജീവിക്കാനുള്ള ഒരു ചുറ്റുപാട് അവർക്ക് കിട്ടും. അതും കൂടി ഇല്ലാത്ത അവസ്ഥയിൽ നമുക്കാർക്കും അവർക്ക് കൊണ്ടുപോയി ഒന്നും കൊടുക്കാൻ പറ്റില്ല. നമ്മളൊക്കെ ട്രോളും വിമർശിക്കുകയും ഒക്കെ ചെയ്യുമെങ്കിലും അതിൻ്റെ മുകളിലാണ് അവർ ജീവിച്ചു പോണത്. അതങ്ങനെ ജീവിച്ചു പോയിക്കോട്ടെ എന്നേ പറയാനുള്ളൂ. അല്ലാതെ അവർ പറഞ്ഞത് ഇതൊന്നും കിട്ടാതെ, ട്രോളും കിട്ടാതെ, വിമർശനവും വരാതെ, പണിയില്ല ജോലിയില്ലാതെ ഇരുന്ന് കഴിഞ്ഞാൽ നാളെ അവരുടെ മറ്റേ പഴയ സുധീൻ്റെ ഒപ്പമുള്ള പോലത്തെ വീഡിയോ നമ്മൾ പിന്നെയും കാണേണ്ടി വരും. ഞങ്ങൾക്ക് ഒന്നുമില്ല എന്നിട്ട് നമ്മളെ മുന്നിൽ തന്നെ അവർ QR കോഡും വെച്ച് വീഡിയോ ഇടേണ്ട അവസ്ഥയ്ക്ക് പോകില്ലേ. അത് വേണ്ട. അവർ ജോലി എടുത്ത് അവർക്ക് കിട്ടുന്ന എന്തോ കിട്ടിപ്പോട്ട്. ബാർ ഡാൻസ് കളിക്കാൻ പോയി എന്നൊക്കെ പണ്ട് ഭയങ്കര ബാർ ഡാൻസ് ഒക്കെ ഇതിന് മോശം പരിപാടിയാണ്. അതൊരു പ്രൊഫഷണല്ലേ. ഞാൻ എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ നോക്കും, ഞാൻ പുറത്ത് രാജ്യങ്ങളിൽ പോകാറുണ്ട്. എന്തിന് ഈ കേരളത്തിൽ നിന്ന് തന്നെ പുറത്തുനിന്ന് ബാംഗ്ലൂർ വരെ പോയാക്കിയത്, തമിഴ്നാട് വരെ പോയാക്കിയത്, ആന്ധ്രയിലോ തെലുങ്കാനയിലോ ഡൽഹിയിലോ ബോംബെയിലൊക്കെ ബാർ ഡാൻസ് ഉള്ളതാണ്. ബാർ ഡാൻസ് ഒരു പ്രൊഫഷനായിട്ട് കൊണ്ടു നടക്കുന്നവരില്ലേ. ഇവർ ഈ ബാർ ഡാൻസ് എന്ന് പറയുമ്പോഴത്തേക്ക് മറ്റേ ന്യൂഡ് ഡാൻസ്, സ്ട്രിപ്പ് ചെയ്തുള്ള ഡാൻസ് എന്ന് അവർ വിചാരം. അല്ല ഡാൻസ് അല്ല, ഡാൻസ് ഇപ്പോൾ രേണുവാണെന്നുണ്ടെങ്കിലും വീഡിയോ ഒക്കെ ഇടുന്നുണ്ടല്ലോ. പക്ഷെ അതിലുപരി അതില് എന്തൊക്കെയോ പരിപാടി. ഞാനൊരു കാര്യമുണ്ട്, ഏതെങ്കിലും ബാറിൽ ഒരു ഗായിക, ഒരു ഗായകൻ എന്നിട്ട് ഇപ്പുറത്ത് നിന്നുള്ള ഞാൻ കണ്ടിട്ടുള്ള ബാർ ഡാൻസ് ഇങ്ങനെയല്ല. ഞാൻ പ്രോപ്പർ മറ്റേ പൈസ എറിയുന്ന ബാർ ഡാൻസ് ഞാൻ കണ്ടിട്ടുള്ള വ്യക്തിയാണ്. അത് ഇതൊന്നും അല്ല. ഇവർ ഈ ചുമ്മാ രേണുവിനെ ചൊടിപ്പിച്ച് വിടാൻ വേണ്ടി ഇത് ബാർ ഡാൻസ്, ചുമ്മാ ബാർ ഡാൻസ് എന്ന് പറഞ്ഞുണ്ടാക്കി. ഞാൻ പറയട്ടെ, ഇതിപ്പോൾ ഇവർ കത്തിക്കുന്നുണ്ട്. എന്നാൽ പിന്നെ ഇതിലും വലിയ വിഷയമായിരുന്നു. രേണുവിന് ഇതിനൊന്നും ഒരു സീനില്ല. ആ ഗർഭക്കേസ് രേണുവിനെ കൊടുത്തിട്ട് ഞാൻ എന്തൊക്കെയാ പറഞ്ഞിരുന്നത്. കത്തിക്കാനാണെങ്കിൽ പലതും ഇട്ട് കത്തിക്കുക. അതിപ്പോൾ ഈ പറഞ്ഞ പോലെ രേണുവിൻ്റെ ഇഷ്ടമാണ് എന്ത് പിടിക്കണ്ടെന്നുള്ളത്. നമ്മൾ ബാക്കി സീസണുകളിലൊക്കെ നമുക്കൊരു വൺ മാൻ ഷോ പോലത്തെ ഒരു കാര്യം കിട്ടിയിരുന്നു. സീസണിൽ അതില്ല. അപ്പോൾ അങ്ങനെ ഒരു പ്രഡിക്ഷൻ ഒരാളിലേക്കൊന്നും കൊടുക്കാൻ വളരെ പാടാണ് പ്രാവശ്യം. അങ്ങനെ പ്രഡിക്റ്റ് ചെയ്യാനുള്ള സമയമായിട്ടില്ല. അതുപോലെ തന്നെ ഇപ്പം കറന്റ് ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്ന വിഷയമാണ് അനുമോള് പറഞ്ഞത്, എനിക്ക് PR ഉണ്ടെന്ന് പറഞ്ഞൊരു കാര്യം. അത് എത്രത്തോളം ആ ഷോയെ സ്വാധീനിക്കും അങ്ങനെ പറഞ്ഞത്? ഷോയെ സ്വാധീനിക്കാനൊന്നുമില്ല. കാരണം ബിഗ് ബോസിൻ്റെ ഒരു പാറ്റേൺ എല്ലാ ലാംഗ്വേജിലും നോക്കിയാൽ അറിയാം. PR എന്ന് പറഞ്ഞ സംഗതി ഉള്ളതാണ്, എക്സിസ്റ്റിംഗ് ആണ്. ഇതൊരു മോശം കാര്യമല്ലല്ലോ. ഭരിക്കുന്ന മുഖ്യമന്ത്രി മുതൽ രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രിക്ക് അടക്കം PR ഉണ്ട്. PR ഒരു ബാഡ് തിങ് അല്ല. പക്ഷേ ഇങ്ങനത്തെ ഒരു ഷോന് അതിൻ്റെ ഒരു ഇമ്പാക്റ്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ഒരാളല്ല PR ചെയ്തത്, എല്ലാവരും PR ചെയ്തത്. അത് അനുമോളത് മാത്രമാണ് അനുമോള് വിളിച്ച് പറഞ്ഞത്, ബാക്കിയുള്ളവരൊന്നും പറഞ്ഞില്ല. അത്രേ ഉള്ളൂ. ജെനുവിൻ എന്നല്ല, ഒന്നില്ലെങ്കിൽ ഓവർ കോൺഫിഡൻസ് ആയിരിക്കാം, അല്ലെങ്കിൽ പൊളിഞ്ഞു പോയല്ലോ ഇനിയിപ്പോൾ പിടിച്ചു വെക്കണമല്ലോ. എങ്ങനെ ഈ പൂച്ച കണ്ടില്ലേ, വീണ 4 കല്ല് വീഴുന്ന് പറഞ്ഞ പോലെ എന്തായാലും പെട്ടു. പിന്നെ എന്താ പറയുക, ഇതിൽ വേറൊരു ക്യാച്ചി പോയിന്റ് ഉണ്ട്. അനുമോളുടെ PR-നെ തന്നെയാണ് അക്ബറിൻ്റെ PR കോൺടാക്ട് ചെയ്തത്. അനുമോളുടെ PR-നെ തന്നെയാണ് ആര്യൻ്റെ PR കോൺടാക്ട് ചെയ്തത്. അനുമോളുടെ PR തന്നെയാണ് ബിന്നിക്ക് വേണ്ടി വേറെ ആൾക്കാർ കോൺടാക്ട് ചെയ്തത്. അനുമോളുടെ PR തന്നെയാണ് ഇതിലെല്ലാവരും ഷോ തുടങ്ങുന്നതിന് മുന്നേ കോൺടാക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെയുള്ളൊരു സാഹചര്യത്തിൽ ഷോയ്ക്ക് കയറുന്നതിന് മുമ്പ് തന്നെ ഇവർക്കൊക്കെ അറിയാമെന്ത് അനുമോൾക്ക് PR ഉണ്ട് എന്നുള്ളത്. പക്ഷെ അനുമോൾക്ക് അൺഫോർച്ചുനേറ്റ്ലി അറിയില്ല അവർക്ക് PR ഉള്ള കാര്യം. അനുമോളുടെ PR-ൻ്റെ കാര്യം, PR സംസാരിക്കുന്ന ഒരു പ്രൈസ് റേഞ്ചും ബാക്കി കണ്ടസ്റ്റൻസിന് അറിയാം. അതുകൊണ്ടാണ് അവർ, ഇപ്പോൾ നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ അനുമോൾ ബിന്നിനോട് 16 ലക്ഷം എന്ന് പറഞ്ഞുകൊണ്ടായിരിക്കും ബിന്നി വിളിച്ച് പറഞ്ഞത്? ഞാനത് ഒരിക്കലും വിചാരിക്കുന്നില്ല. എനിക്ക് തോന്നുന്നു ബിന്നിനോട് ഒന്നില്ലെങ്കിൽ ഹസ്ബൻഡ് പറഞ്ഞു കൊടുത്തായിരിക്കാം, അല്ലെങ്കിൽ ബിന്നിക്ക് ഓൾറെഡി അറിയാമായിരിക്കും ആ ഒരു ഫിഗർ. ഞാൻ 24/7 ലൈവ് അധികം കാണാൻ ശ്രമിക്കുന്ന ഒരാളാണ്. ഇനി നമുക്ക് എന്തെങ്കിലും പോർഷൻ മിസ്സായാലോ അത് അയച്ചു തരാൻ ആൾക്കാരുണ്ട്. അവിടെ എവിടെ ഈ 16 ലക്ഷത്തിൻ്റെ ഒരു കൗണ്ടിൻ്റെ PR ഉണ്ടെന്ന് പറഞ്ഞത് ഇപ്പോൾ ഇന്നലെയും പറഞ്ഞിട്ടുണ്ട്. മൈക്ക് മാറ്റി വെച്ച് ആദിലാനെ പറയുന്നുണ്ട് എനിക്ക് PR ഉണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട്. പക്ഷെ 16 ലക്ഷം എന്നുള്ള ഫിഗർ പറഞ്ഞിട്ടില്ല. അതുപോലെ തന്നെ ഈ ഗിസേലിന്റെ എവിക്ഷൻ ഒരു അൺഫെയർ എവിക്ഷൻ ഒരിക്കലും അല്ല. ഞാൻ എൻ്റെ വീഡിയോസിൽ കഴിഞ്ഞ ഒരു 4 ആഴ്ചയായിട്ട് പറയുന്നുണ്ട് ഗിസേലിന് ഓട്ടില്ല. അതേപോലെ നെവിന് ഓട്ടില്ല, അക്ബറിന് ഓട്ടില്ല. നമ്മൾ ഈ അൺഒഫീഷ്യൽ പോൾ എന്ന് പറഞ്ഞ് കാണുന്നത് അത് അൺഒഫീഷ്യലാണ്, അത് ഒഫീഷ്യലല്ല. അപ്പോൾ നമുക്ക് ഇപ്പോൾ ആസ് എ പ്രീവിയസ് കണ്ടസ്റ്റൻറ്റ് ചിലപ്പോൾ അറിയാമല്ലോ, നമുക്ക് ചിലപ്പോൾ അറിയാൻ വഴികളുണ്ടാവും. ഞാനൊരു 2-3 ആഴ്ചയായിട്ട് പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട് ഗിസേലിന് ഓട്ടില്ല, ആര്യന് ഡൗൺ ആയിരുന്നു. നമ്മളെ ഇവിടെ അൺഒഫീഷ്യൽ പോൾ വരുമ്പോൾ ഗിസേൽ 4ാം സ്ഥാനത്തൊക്കെയാണ്. ഇപ്പോൾ അക്ബർ നോക്കിയത്, അക്ബർ 4-5 പക്ഷേ അക്ബറൊന്നും ഇല്ല, വോട്ട് കുറവാണ്, വളരെ കുറവാണ്. അപ്പോൾ അതൊരു അൺഒഫീഷ്യൽ പോളിംഗ് ആണ്. അത് കണ്ടിട്ട് നമ്മൾ അൺഫെയർ എന്നുള്ളത്, എനിക്കിതിൽ അൺഫെയർ എവിക്ഷനായിട്ട് ഇതിൽ തോന്നിയത് ജിഷിൻ്റെത് കുറച്ചൊരു ഏർലി ആയി പോയി എന്ന് തോന്നിയിട്ടുണ്ടായിരുന്നു എനിക്ക്. ജിഷിന് അത്ര പെട്ടെന്ന് പോകേണ്ട കാര്യം ഉണ്ടായിരുന്നില്ല. ടുവേർഡ്സ് എൻഡ് ജിഷിൻ പോണ സമയമൊക്കെ ആകുമ്പോഴത്തേക്ക് ജിഷിന് അടിപൊളിയായിരുന്നു. അതുപോലെ തന്നെ ഈ ലക്ഷ്മിയുടെ ഒരു കസിൻ ബ്രദർ പറയുകയുണ്ടായി. ലക്ഷ്മിയുടെ കസിൻ ബ്രദർ തന്നെയല്ലേ, ബ്രദർ അല്ലല്ലോ, കസിൻ ബ്രദർ. അത് കറക്റ്റ് പറയണം, കാരണം പലരും ബ്രദർ കസിൻ ബ്രദർ പറയണ്ടായി. സീക്രട്ട് ഏജന്റ് ഇങ്ങനെ പറഞ്ഞു,
ലക്ഷ്മി അമ്മായിയമ്മയുടെ തലക്കടിച്ചു എന്നൊക്കെ പറഞ്ഞിട്ടൊരു സ്റ്റേറ്റ്മെന്റ് ഇറക്കി എന്നൊക്കെ പറയുന്നുണ്ട്. അതിന് ശരിക്കും ഒരു സത്യാവസ്ഥ എന്താണ്? സത്യാവസ്ഥ ഞാൻ FIR അടക്കം കഴിഞ്ഞ ദിവസം വീഡിയോ ഇട്ട ഒരാളാണ്. 25/8/2025 5/8/2025 അതാണ് ഡേറ്റ്. ഇഫ് ഐ എം നോട്ട് റോങ് അതാണ് ഡേറ്റ്. ഗാർഹിക പീഡനം അടക്കം UK വെച്ചും നാട്ടിൽ വെച്ചും ശാരീരികവും മാനസികവുമായിട്ട് ഉപദ്രവമേറ്റു. അത് 2 പേരെ, ഒന്ന് ഈ പറഞ്ഞ ഹസ്ബൻഡ് എന്ന് പറഞ്ഞ വ്യക്തി, രണ്ടാമതിരിക്കുന്ന പ്രതിപട്ടികയുള്ള ഹസ്ബൻഡ് അമ്മയാണ്. മനസ്സിലായോ? കേസുകൾ അങ്ങോട്ടും ഉണ്ട്, കൗണ്ടറായിട്ട് ഇങ്ങോട്ടും ഉണ്ട്. അപ്പോൾ കഴിഞ്ഞ ദിവസം ലക്ഷ്മിയുടെ ഹസ്ബൻഡ് ഞാൻ വീഡിയോ ഇട്ടിട്ട് പറഞ്ഞത് കണ്ടു, കേസും ഞങ്ങൾ പ്രശ്നങ്ങൾ ഓക്കെ ഡിവോഴ്സ് കേസ് ഉണ്ടാവില്ലായിരിക്കും, പക്ഷെ അവർ തമ്മിൽ കേസുണ്ട്. മനസ്സിലായോ? കേസുണ്ട്. വനിതാ കമ്മീഷൻ അടക്കം ഈ കേസുകൾ ചെന്നിട്ടുണ്ട്. ഞാനൊരു FIR പുറത്തിട്ടുള്ളൂ. ഞാനിപ്പോഴും പറയുന്നു, എനിക്കതൊന്നൊരു പ്രൊവോക്കേഷനായി തോന്നുന്നില്ല. പിന്നെയും ഞാൻ അങ്ങനെ വീഡിയോ, ആ പയ്യൻ്റെ വീഡിയോ ഞാൻ കണ്ടു, ഹസ്ബൻഡിൻ്റെ വീഡിയോ ഞാൻ കണ്ടു. അതൊക്കെ കണ്ടതിന് ശേഷം ഞാൻ വേണ്ട, ചുമ്മാ നമ്മൾ കൂടുതൽ പോയി പറഞ്ഞു കഴിഞ്ഞാൽ കൂടുതൽ വിസിബിലിറ്റി കിട്ടുന്നത് ലക്ഷ്മിയിലേക്കല്ല. അല്ല, സായി ഈ സമൂഹത്തെ തെറ്റിദ്ധരിപ്പിക്കുന്ന രീതിയിലാണ്. അല്ല, FIR തെറ്റിദ്ധാരണയാണോ? FIR തെറ്റിദ്ധാരണയാണോ? ഞാൻ പറയാം, ഞാൻ ഡേറ്റ് അടക്കാൻ പറഞ്ഞു. എൻ്റെ കഴിഞ്ഞ ദിവസത്തെ വീഡിയോ നോക്കിയാൽ ഞാൻ FIR അടക്കാൻ വെച്ചിട്ടുള്ളത്. ഒരാളെ FIR അടക്കം വെക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഞാൻ അനോണിമസ് മെസ്സേജാണ് ഞാൻ പറഞ്ഞത്. അത് അനോണിമസ് മെസ്സേജ് എന്നുള്ളത് എനിക്ക് ആ വ്യക്തിയുടെ പേര് പറയാനോ അല്ലെങ്കിൽ അവരുടെ ഐഡൻറ്റിറ്റി പുറത്ത് പറയാനോ താല്പര്യമില്ല എന്നുണ്ടെങ്കിലോ, അതുകൊണ്ട് ഞാൻ പറയുകയാണെങ്കിലോ, എനിക്ക് കൃത്യമായിട്ട് അവരുടെ ചുറ്റുപാടിൽ നിന്ന് തന്നെയാണ് ഡീറ്റെയിൽസ് കിട്ടുന്നത്. അല്ലാതെ ഞാൻ മറ്റേ സായിബാബി എന്നുള്ളൂ, പേര് മാത്രമേ സായി എന്നുള്ളൂ, എയർന്നെടുക്കാൻ എനിക്കറിയില്ല. അപ്പോൾ ഞാൻ കൃത്യമായ വിവരങ്ങൾ തന്നെയാണ് ഞാൻ പറയുന്നത്. അപ്പോൾ UK ഹസ്ബൻഡിനെ കുറിച്ചാണെങ്കിലും ലക്ഷ്മിയെക്കുറിച്ച്, ഇപ്പം മനുഷ്യന്മാരാണ്, നാളെ ഇന്നെക്കുറിച്ചിട്ടും അലിഗേഷൻസ് വരാം, പ്രശ്നങ്ങൾ പറയാം. ഞാനിവിടെ ആകെ പ്രൊവോക്ഡ് ആയത് അവിടെ ആദില നോറ എന്ന് പറഞ്ഞ കണ്ടസ്റ്റൻറ്റിനെ വീട്ടിൽ കയറ്റാൻ കൊള്ളില്ല. അതൊരു വളരെ മോശം സ്റ്റേറ്റ്മെൻ്റ് ആയിട്ട് എനിക്ക് പേഴ്സണലി തോന്നി. എൻ്റെ ഐഡിയോളജിക്ക് വളരെ എതിരാണ്. ആൻഡ് എനിക്ക് മനസ്സിലായൊരു കാര്യം, ലക്ഷ്മിയെ പഠിപ്പിച്ച് വിട്ടൊരു കാര്യമാണ്. ലക്ഷ്മിയെ കുറേ വോട്ട് ബാങ്കിന് വേണ്ടിയിട്ട് ഈ 2 ജെൻഡർ സ്ക്വാഡ് അല്ലെങ്കിൽ LGBTQനെ എതിർക്കുന്നവരുടെ കുറച്ച് വോട്ട്സ് കിട്ടാൻ വേണ്ടി ഇവർ പഠിപ്പിച്ച് ഇൻജക്ട് ചെയ്ത് വിട്ട കാര്യമാണ്. പിന്നെ ലക്ഷ്മിയുടെ അമ്മ എന്ന് പറഞ്ഞു സിറ്റ് ഔട്ടിലേക്ക് ഇരുത്താം. അത് ഫണ്ണാണ് ബ്രോ, അത് ജസ്റ്റ് ഫണ്ണാണ്. അത് ഫണ്ണാണ്. കാരണം അമ്മ ലക്ഷ്മിയെ ട്രോൾ ചെയ്തു. അല്ലാതെ അത് അവർക്ക് അതിലൊരേ പറഞ്ഞതായിട്ട് എനിക്ക് പേഴ്സണലി ഫീൽ ചെയ്തിട്ടില്ല. അത് അവരങ്ങനെ പറഞ്ഞതാണ്. ഇപ്പോൾ ഇതൊക്കെ പറയുമ്പോഴും, ഇപ്പോൾ ഈ ലക്ഷ്മിയുടെ വീഡിയോ ഞാൻ ഇട്ട സമയത്ത് പലരും എന്നിലേക്ക് എത്തിച്ചൊരു കാര്യമുണ്ട്, ലക്ഷ്മിയുടെ അമ്മ എന്തോ ഇതിന് ശ്രമിച്ചു എന്നൊക്കെ എൻ്റെ വീഡിയോ കണ്ടിട്ട്. അപ്പോൾ ഞാനിങ്ങനെ ആലോചിച്ചിട്ടുണ്ടായിരുന്നു, പക്ഷേ ഇവരൊക്കെ ലൈക്ക് ഏത് രീതിയിലും ഇതിൻ്റെ PR ചെയ്യാം എന്നുള്ളതിൻ്റെ ഒരു എക്സാമ്പിളാണത്. മനസ്സിലായോ? എങ്ങനെയും PR ചെയ്തിട്ട് വോട്ട് കൊണ്ടുവരണം, അത്രേ ഉള്ളൂ. ഇപ്പോൾ ചിലത് പെയ്ഡായിരിക്കാം, ചിലത് ഇതേപോലത്തെ എന്താ പറയുക വൃത്തികെട്ട കുറേ ഗെയിമുകൾ കളിച്ചു ഏത് രീതിക്കും എൻഡ് ഓഫ് ദ ഡേ കുറച്ച് വോട്ട് കിട്ടണം എന്നുള്ള രീതിക്കുള്ള പല സ്ട്രാറ്റജി എടുത്ത് പെരുമാറിയിട്ടുണ്ട്. ഇപ്പോൾ നിങ്ങൾ നോക്ക്, 2 ജെൻഡർ സ്ക്വാഡ് തന്നെ കൈയൊഴിഞ്ഞല്ലോ. കഴിഞ്ഞ ദിവസം ഒരു സ്റ്റോറി ഇട്ടിട്ടുണ്ടായിരുന്നു. കാരണം ലക്ഷ്മി അതിനകത്ത് മാറ്റി പറഞ്ഞു, ഇല്ല എന്നുള്ളത് മാറ്റിയിട്ട് യു ആർ ഓൾവേസ് വെൽക്കം എന്ന് പറഞ്ഞോട് കൂടിയിട്ട് അവർ കൈയൊഴിഞ്ഞു. സോ അതിന് തന്നെ വളരെ വിസിബിളാണ്. ലക്ഷ്മി ആദിലനോട് സംസാരിക്കുന്നത് യു ആർ ഓൾവേസ് വെൽക്കം എന്ന് പറഞ്ഞത്. അതോടുകൂടി അവർ പോസ്റ്റ് ഇട്ടിട്ട് പറഞ്ഞു, LGBTQനെ എതിർക്കുന്ന ആരും 2 ജെൻഡർ സ്ക്വാഡിലോ അല്ലെങ്കിൽ ഈ ഒരു കമ്മ്യൂണിറ്റിപ്പെട്ട ആരും എന്ത് ചെയ്യരുത്, ലക്ഷ്മിക്ക് വേണ്ടി വോട്ട് ചെയ്യരുത്. അവർ വിഡ്രോ അടിച്ചു. അതുപോലെ തന്നെ ഈ അഭിഷേകിന്റെ ട്രിഗറിംഗ് ആണ് ലക്ഷ്മി അങ്ങനെ പറയാൻ കാരണം. ഇല്ല, എനിക്ക് അഭിഷേക് ട്രിഗർ ചെയ്തതിന് ഞാൻ ലൈവിലോ അല്ലെങ്കിൽ എവിടെയും അഭിഷേകിൻ്റെ ട്രിഗറിങ് ഞാൻ കണ്ടിട്ടില്ല. കാണാത്തപ്പോൾ ഞാൻ എങ്ങനെ പറയാൻ പറ്റും? അഭിഷേക് ട്രിഗർ ചെയ്തതോ അഭിഷേക് പറഞ്ഞു കൊടുത്തതോ എനിക്കറിയില്ല. അഭിഷേകിനോട് അതിന് ആ ഒരു ലക്ഷ്മിയുടെ ആ ഒരു കാര്യത്തിന് ശേഷം ഞാൻ സംസാരിച്ചിട്ടില്ല. അവൻ എന്നെയും വിളിച്ചിട്ടില്ല. അപ്പം ഞങ്ങൾ അതിനെക്കുറിച്ച് ചോദിച്ചിട്ടില്ല. അവൻ കയറി ഇറങ്ങിയ സമയത്ത് ജസ്റ്റ് ഞാൻ ഒരു വട്ടം ചോദിച്ചത് എന്തെങ്കിലും പറഞ്ഞു കൊടുത്തു, ഒന്നും ഇല്ല എന്ന് പറഞ്ഞു. അതിൽ കൂടുതൽ കമ്മ്യൂണിക്കേഷൻ ഞാനും അഭിഷേകും തമ്മിലുണ്ടായില്ല. എനിക്ക് തോന്നുന്നത് ഞാൻ കണ്ട ലൈവിലോ അല്ലെങ്കിൽ ടെലികാസ്റ്റ് ചെയ്യപ്പെട്ട പോർഷൻസിലോ എവിടെയും അങ്ങനെ ഒരു കാര്യം പറഞ്ഞു കൊടുത്തതായിട്ട് ഞാൻ കണ്ടിട്ടില്ല. പിന്നെ ബിഗ് ബോസ് ആണ്, കഴിഞ്ഞു വന്ന കണ്ടസ്റ്റൻ്റാണ് ഞാൻ. എനിക്കറിയാം പറഞ്ഞു കൊടുക്കാൻ പറ്റുമോ ഇല്ലേ എന്നുള്ളത്. ഒരാൾ വിചാരിച്ചാൽ പറഞ്ഞു കൊടുക്കാൻ പറ്റും, വളരെ ഈസി ആയിട്ട് പറഞ്ഞു കൊടുക്കാൻ പറ്റും.